അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് റമളാൻ്റെ 9ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ 10 വിട വാങ്ങുകയാണ്. അനുഗ്രഹത്തിൻ്റെ അവസാനത്തെ ഈ രാപ്പകലുകൾ അനുഗ്രഹങ്ങൾ തേടി നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഹദീസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുത്ത 40 ഹദീസുകളുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ നബി വചനങ്ങൾ. അതിലാദ്യമായി കൊടുത്തിട്ടുള്ള ഒരു വചനമാണിത്. ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇവിടെ ഹദീസ് പറയുന്നത് അൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലിഅംരിഇൻ മാ നവى ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദ്ദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യതസവ്വജുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ബുഖാരി, മുസ്ലിം. ഇത് നമ്മളിപ്പോൾ അറബി കോളേജുകളിലും ഇസ്ലാമിക സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വിവചനമാണ്. ഇതിൽ പറയുന്നത് നമ്മുടെ ഉദ്ദേശശുദ്ധി. ഇവിടെ പറയുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, തീർച്ചയായും കർമ്മങ്ങൾ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചതാണ് ലഭിക്കുക. ആരുടെയെങ്കിലും പാലായനം അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണെങ്കിൽ അവൻ്റെ ഹിജറ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ്. ആരുടെയെങ്കിലും ഹിജറ ഇഹലോകത്തെ വല്ല നേട്ടങ്ങൾ കരസ്ഥമാക്കുവാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനോ ആരെങ്കിൽ അവൻ്റെ പാലായനം അവൻ ഏതൊന്നിനു വേണ്ടിയാണോ ഹിജറ പോയത് അതിനുള്ളതാവുന്നതാണ്. ഇവിടെ ഈ ഒരു ഹദീസ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി മദീനയിലേക്ക്. ആ സമയത്ത് അവിടുത്തെ ഒരു സ്വഹാബി താൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച സ്ത്രീ ആ പാലായനത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, ആ പാലായനത്തിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് പാലായനം ചെയ്യാൻ അവൻ്റെ മനസ്സിൽ വന്നത് ആ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചത് അതായിരിക്കും അതിൻ്റെ പ്രതിഫലം. ഇപ്പോൾ ഇവിടെ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയാണ് ഹിജറ പോകുന്നതെങ്കിൽ അവൻ്റെ ഹിജറ അള്ളാഹുവിനും റസൂലിനുമാവുന്നു. പക്ഷേ അവൻ ഹിജറ പോകുന്നത് അവൻ ഉദ്ദേശിച്ച മറ്റ് നേട്ടങ്ങൾക്കാണെങ്കിൽ, ഇവിടെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാനാണ് ആ വ്യക്തി ഉദ്ദേശിച്ചത്, അങ്ങനെയാണെങ്കിൽ ആ ഹിജറ അവൻ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടിയാണെന്നുള്ളതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ നെയ്യത്ത്, ഇൻറ്റൻഷൻ അത് പെർട്ടിക്കുലർ ആയിരിക്കണം. നമ്മൾ വെറുതെ ഒരു കാര്യം ചെയ്യുകയല്ല. നമ്മൾ സദക്ക ചെയ്യുകയാണെങ്കിൽ ആ സദക്ക നമ്മൾ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും അതിലൂടെ നമുക്ക് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയും ആ കൊടുക്കുന്ന ആളുകൾക്ക് ഗുണം കിട്ടുകയും ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇപ്പം സാമൂഹ്യ പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം എങ്കിൽ മാത്രമേ അതിന് പരിഹാരമുണ്ടാവുള്ളൂ. അപ്പോൾ ഏത് വിഷയങ്ങളിലും നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ നമ്മളൊരു കാട്ടിക്കൂട്ടലിനപ്പുറം, കാപട്യത്തിനപ്പുറം നമുക്ക് ആ പ്രശ്നങ്ങൾ, ആ വിഷയം ഉദ്ദേശശുദ്ധിയോടു കൂടി അത് നടപ്പിലാവണമെന്ന സതുദ്ദേശത്തോടു കൂടി നടത്തുമ്പോൾ മാത്രമാണ് അതിനോടുള്ള നീതി പുലർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ നോമ്പ് നോക്കുന്നു. ആ നോമ്പ്
അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോക്കുക എന്നുള്ള ഉദ്ദേശം, അതിലൂടെ നമുക്ക് ഉത്കൃഷ്ടത ലഭിക്കുക എന്ന ഉദ്ദേശം, സ്വർഗപ്രവേശനം ലഭിക്കുക എന്ന ഉദ്ദേശം, അള്ളാഹുവിനെ കാണുക എന്ന ഉദ്ദേശം, അങ്ങനെയൊക്കെയുള്ള ആ ഉദ്ദേശങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നോമ്പ് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ.